പരമജ്യോതി തെളിയിക്കാത്തവരും ജയ് ശ്രീറാം ഉച്ചത്തിൽ വിളിക്കാത്തവരും എന്റെ സിനിമ കാണണ്ട. ഉണ്ണിമുകുന്ദന്റെ വാക്കുകളായി ഇത് പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇത്തരത്തിലൊരു വാർത്ത ഉണ്ണിമുകുന്ദന് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: കുഴപ്പമില്ല, വിവരമുള്ളവർ കണ്ടു മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചോളുമെന്ന്. ആരാണ് ഉണ്ണിമുകുന്ദൻ ഉദ്ദേശിച്ച ആ വിവരമുള്ളവർ? അതിന്റെ മാനദണ്ഡം എന്താണ്? ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? ജയ് ഗണേഷ് ചിത്രം അണിയറയിൽ ഒരുങ്ങുമ്പോഴത്തെ ഈ പോസ്റ്റിനെ ആളുകൾ വ്യാഖ്യാനിച്ചെടുക്കുന്നത് പലതരത്തിലാണ്. കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ച കരുതുന്നത് അതൊന്നും ആരും അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നാണ്. അതുപോലെ ഇരവാദം മുൻനിർത്തി സിനിമാ പ്രൊമോഷൻ നടത്തുന്നവർ കരുതുന്നത് അതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്നും. ഏതൊരു കാര്യത്തിലും കൺസിസ്റ്റൻസി പ്രധാനമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇരവാദം പറയുന്നത് സിനിമയെ ബൂസ്റ്റ് ചെയ്യുമെന്ന് കരുതപ്പെടുന്നവർ ഇവിടെയുണ്ട്. ഇങ്ങനെയാണ് ഉണ്ണിമുകുന്ദൻ പങ്കുവച്ച പുതിയ പോസ്റ്റും അതിന്റെ വ്യാഖ്യാനങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ എത്ര നാൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് ഉണ്ണിമുകുന്ദൻ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം മുൻനിർത്തിക്കൊണ്ട് സിനിമയെ കൊല്ലാൻ ജനുവരി 1 മുതൽ ശ്രമിക്കുകയാണെന്നും എത്ര തന്നെ ശ്രമിച്ചാലും തന്റെ സിനിമയെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ലെന്നും നടൻ പറയുന്നുണ്ട്. ഏപ്രിൽ 11 തിയേറ്ററിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഒരു സ്ക്രീൻഷോട്ടിനൊപ്പം ഉണ്ണി ഇപ്പോൾ പങ്കുവച്ച പോസ്റ്റ് പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇരവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ചിലവ് കുറഞ്ഞ സിനിമ പ്രൊമോഷൻ ടെക്നിക്കായിട്ടാണ്. അത് ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് കണ്ടാലും മനസ്സിലാകും. സംഘികളോട് സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്ന് പറയുന്നതാണെന്നും അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇതെല്ലാം ഗണേഷിന്റെ പ്രൊമോഷൻ ആണെന്ന് തുടങ്ങി കമന്റ് ബോക്സിൽ ചർച്ചകളും വ്യാഖ്യാനങ്ങളും നീളുന്നുണ്ട്. അതേസമയം ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കേണ്ടെന്നും നമ്മുടെ വഴിയിൽ മുന്നോട്ട് പോകുക എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട്. എന്നാൽ ഈ വർഷം ജനുവരി 1 ഉണ്ണിമുകുന്ദൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തന്റെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ ഹിന്ദുത്വ അജണ്ട കൊണ്ടു നടക്കുന്ന ആളാണ് ഉണ്ണിമുകുന്ദൻ എന്ന ഒരു വാർത്തയ്ക്ക് മറുപടി എന്നോണം താരം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മാളികപ്പുറം ഒരു അജണ്ട സിനിമയാണെന്ന് കരുതുന്നവർക്ക് ജയ് ഗണേഷിനെ ഒഴിവാക്കാം. കാരണം ആ വാർത്തയിൽ തന്നെ വർഗീയവാദിയാക്കിയ പോലെ തിയേറ്ററിൽ സിനിമ കണ്ടവരെയെല്ലാം അവർ വർഗീയവാദികളാക്കുന്നു എന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ പങ്കുവച്ച പോസ്റ്റിലെ വാർത്ത താരത്തിന്റെ ആ വാക്കുകളെ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചുണ്ടാക്കിയ ഒരു വാർത്തയാണോ എന്നും നമുക്ക് ചിന്തിക്കാം. മാളികപ്പുറം എന്ന സിനിമ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് സിനിമയുടെ കഥയോ അതിലെ അഭിനയ പ്രകടനത്തിനോ മാത്രമായിരുന്നില്ല. അത് മുന്നോട്ട് വെച്ച ചില ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അജണ്ട കൂടി മുൻനിർത്തിയായിരുന്നു. വലിയ തോതിലുള്ള വിമർശനങ്ങൾ അതിനെതിരെ വന്നിരുന്നുവെങ്കിലും ചിത്രം വലിയ വിജയം തന്നെ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ജയ് ഗണേഷ് എന്ന ചിത്രത്തിനെതിരെയും ഇത്തരം അജണ്ടകൾ മുൻനിർത്തിയുള്ള ചർച്ചകളും വ്യാഖ്യാനങ്ങളുമാണ് ഉയരുന്നത്. അതുകൊണ്ട് മാളികപ്പുറം ജയ് ഗണേഷിലൂടെ ആവർത്തിക്കപ്പെടാനുള്ള ഒരു പാതയാണോ ഇതെന്നും സംശയിക്കപ്പെടാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.